ഹലോ, എന്നെ ശ്രദ്ധാപൂർവം കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ ഒരു ദുരനുഭവം പറയാൻ വേണ്ടി ആണ് ശരിക്കും ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ അടുത്ത കാലത്തല്ല, കുറേ നാളുകളായിട്ട് പലരുടെയും ദുരനുഭവങ്ങൾ കേൾക്കാറുണ്ട്. അവനവൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണത് അവർക്കത് മറ്റുള്ളവരോട് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ പറയാനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അത് ഉണ്ടാക്കി കൊടുത്തവരാണ്. അങ്ങനെ അവർക്കൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തവരാണ്. അതിപ്പോൾ എല്ലാ മേഖലയിലുള്ള സ്ഥാപനങ്ങളുമുണ്ട്. ഇത് സ്ഥാപനങ്ങൾ കുറ്റം പറയല്ല, പക്ഷേ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാതെ വരുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ല. ഞാനൊരു 3-4 മാസം മുമ്പ് ആക്സിഡൻ്റ് ആയിരുന്നു. അത് ആറൂര് പാതയ്ക്ക് അടുത്തുള്ള സർവീസ് റോഡിൽ ഒരു ഓട്ടോറിക്ഷ വൺ വേ ആണെന്ന് ഒരുപാട് ഓട്ടോറിക്ഷക്കാർ പറയുന്നു. ആ സമയത്ത് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് അത് ഓപ്പോസിറ്റ് വന്ന് ഞാൻ ഓടിച്ച് 2 വീലറിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ചിട്ട് എനിക്ക് ഹെൽമെറ്റും ലൈസൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട്, വണ്ടിയെല്ലാം പക്കയാണ്. ഞാൻ ഓവർ സ്പീഡും അല്ല. അപ്പോൾ ഇടിച്ചിട്ട് ഞാൻ ഇടത്ത് കൈ കുത്തിയ റോട്ടിൽ കുത്തി വീണ് ഞാൻ കുറച്ച് ദൂരം ഞെരങ്ങി. ഇപ്പോൾ ഹെൽമെറ്റും ചിൻ സ്ട്രാപ്പൊന്നും പോകാതെ തലയിൽ തന്നെ ഇരുന്ന കാരണം തലയ്ക്കൊന്നും പറ്റില്ല. അപ്പോൾ ഇടത്ത് കൈ മുട്ടിൻ്റെ ഇവിടുന്ന് എല്ല് രണ്ടും പൊടിഞ്ഞു പോയി. അപ്പോൾ അവർ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ കോംപ്ലിക്കേറ്റാണ്, സർജറി വേണമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോൾ 7:30 ആയപ്പോൾ സർജറി തുടങ്ങി. 10:45 തീർന്നു. അങ്ങനെ ഒരു 2-3 ദിവസം ആശുപത്രിവാസം. അപ്പോൾ സ്റ്റീല് പെർമനൻ്റാണ്, അതിനെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 3 ദിവസം അവിടെ അഡ്മിറ്റായി കിടന്നു കഴിഞ്ഞപ്പോൾ, സാധാരണ ഇങ്ങനെ സർജറി കഴിഞ്ഞൊരു പേഷ്യൻസ് കിടക്കുന്ന ഒരു ബെഡ്ഷീറ്റ് മാറ്റി കൊടുക്കുക എന്നുള്ളതൊരു മര്യാദയാണ്. പക്ഷെ അത് ഹോസ്പിറ്റലിൽ അവരോട് ഹൗസ് കീപ്പിംഗ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ അഡീഷണൽ ക്യാഷ് വേണം എന്നാലേ മാറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫ് വന്നു. അപ്പോൾ ഞാൻ ആ സ്റ്റാഫിനെയും കുറ്റം പറയല്ല, പക്ഷേ സ്റ്റാഫിന് മുകളിൽ നിൽക്കുന്ന അധികാരമുണ്ട്. അപ്പോൾ അവരത് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ടാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സർജറി കഴിഞ്ഞ് ഞാൻ ഈ കിടക്കുന്ന ബെഡ്ഷീറ്റും ഒന്നും ഒരു മരുന്നൊന്നുമില്ല, അഡീഷണൽ പൈസ വേണമെന്ന് പറഞ്ഞു. ഓർക്കണം, മറ്റു പല ഹോസ്പിറ്റലുകളൊക്കെ നമ്മൾ പറയാതെ തന്നെ അവർ, പ്രത്യേകിച്ചും ഓപ്പറേഷൻ കഴിഞ്ഞൊരു പേഷ്യൻ്റ് കിടക്കുന്ന ബെഡാണെങ്കിൽ അവരത് മാറ്റിത്തരും. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് വേറെ ട്രീറ്റ്മെൻറ്റിലോ കാര്യങ്ങളൊന്നും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, എല്ലാം പ്രോപ്പറായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഡിസ്ചാർജായി, സ്റ്റിച്ചൊക്കെ വെട്ടി ഫിസിയോതെറാപ്പിക്ക് എനിക്ക് എഴുതുന്നു. കാരണം ഇത് കോംപ്ലിക്കേറ്റ് ആയതുകൊണ്ട് ഇത് എല്ല് കൂടി വരാൻ 3 മുതൽ 6 മാസം വരെ ടൈം എടുക്കും. അപ്പം അത് എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ ഫിസിയോതെറാപ്പി എഴുതുന്നു. ഫിസിയോതെറാപ്പി ആദ്യത്തെ 2 ദിവസം 3 ദിവസം പോയി, 4 ദിവസം പോയി. പിന്നത്തെ ദിവസം എനിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് എടുത്ത് കയ്യിൽ തരിക. അപ്പോൾ ഇത് സർജറി ചെയ്തേക്കുന്ന സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിൽ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പൊടിഞ്ഞു പോയ എല്ലുകൾക്കിടയിൽ ജോയിൻ്റായിട്ട്. അപ്പോൾ അത് പൊട്ടിപ്പോയതുകൊണ്ടാണ് അത് പെർമനൻ്റായിട്ട് സ്റ്റീൽ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഓവർ വെയിറ്റ് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അത് സ്ക്രൂ അഴിഞ്ഞു വീഴാനും കംപ്ലൈൻറ്റ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സർജറി ചെയ്തൊക്കെ വെറുതെ ആവും. അപ്പോൾ
അങ്ങനെ ഓവർ വെയ്റ്റൊക്കെ വന്നു. എനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളില്ല. പക്ഷേ അന്ന് എനിക്ക് BP ലോ ആയി, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, വൊമിറ്റിംഗ് ആയി. എന്നിട്ട് അന്ന് രാത്രി തന്നെ അവിടെ കാഷ്വാലിറ്റിയിൽ കിടന്നു. കാഷ്വാലിറ്റി കിടന്ന് അവിടുന്ന് ട്രിപ്പ് തന്നു, വേറെ മരുന്നുണ്ടായിരുന്നു, ഇതൊക്കെ തന്നു. പിറ്റേ ദിവസം ഈ കാഷ്വാലിറ്റിയിൽ കിടന്നതിൻ്റെ റിപ്പോർട്ടായിട്ട് ഞാൻ ഡോക്ടറെ സമീപിച്ചു. അവിടെ ഫിസിയോതെറാപ്പിസ്റ്റിനെ ചെല്ലുന്നു. പക്ഷെ അവരൊക്കെ അത് നിസ്സാരവൽക്കരിച്ചിട്ടാണത് ആ ഒരു വിഷയം എടുത്തത്. അതൊന്നും കുഴപ്പമില്ല, വീണ്ടും ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചൊക്കെ നമ്മൾ മാക്സിമം ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി 300 രൂപ ഡെയിലി വേണം. അപ്പോൾ അത് കൊടുത്തിട്ട് ആരെങ്കിലും അവർക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് നിൽക്കുമോ? ഒരു പേഷ്യൻ്റ് നിൽക്കില്ല. ലേശം വേദന ഉണ്ടെങ്കിൽ കൂടിയും സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പക്ഷേ അവർ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞത് നിങ്ങൾ എന്താ പറയുക, എന്താ പറയുക, സപ്പോർട്ടില്ല, ഒരു എന്താ പറയുക, ബലം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനവിടെ നിന്ന് പോക്ക് നിർത്തി. ഞാനൊരു വേറൊരു ഫിസിയോതെറാപ്പിസ്റ്റ് സെൻറ്ററിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ, വേറൊരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ, പുള്ളി ഓർത്തോ സർജൻ, ഓർത്തോ സെക്ഷനിൽ വിദഗ്ധനാണ്, നല്ല അഭിപ്രായമുള്ള ആളാണ്. അപ്പോൾ അവിടേക്ക് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ അവിടെ ചെന്നു. ആ ഡോക്ടർ കണ്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എല്ല് കൂടി വന്നിട്ടില്ലെന്ന്. അപ്പോൾ തിരിച്ച് ഇവിടെ വന്നു, ഫിസിയോതെറാപ്പിസ്റ്റ് സെൻറ്ററിൽ ചെന്നു. അപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ല് കൂടി വരാതെ ഒരിക്കലും അത്രയും വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മുൻപ് ഫിസിയോതെറാപ്പി ചെയ്തിടത്തൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ എന്നെ അറിയുന്നവരും ഞാൻ പോകുന്ന വഴിയുള്ളവരൊക്കെ എന്നോട് കച്ചവടക്കാരായിരിക്കും. അവർ ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എവിടെയാണ് സർജറി ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിലെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒരിക്കലും ചെയ്യരുത്, ഒരു മനുഷ്യനവിടെ നല്ല അഭിപ്രായമില്ലെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ വ്യക്തിപരമായ ഒരു ബുദ്ധിമുട്ട് കാരണം അവരത് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. നമുക്കിപ്പോൾ ആക്ഷേപിക്കാനൊന്നും പറ്റില്ലല്ലോ, കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ കാണുന്ന പേഷ്യൻസൊക്കെ അവർ ഒരു അഭിപ്രായമാണ് ആശുപത്രിയെ കുറിച്ചും ഫിസിയോതെറാപ്പിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിലുള്ളവർ, അതായത് ഹൗസ് കീപ്പിങ്ങിലുള്ളവർ, അവരോട് ആദ്യം, ഞാൻ ഹൗസ് കീപ്പിങ്ങിൽ ചെന്നൈയിൽ സ്റ്റാർ ഹോട്ടലിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ ചെന്നൈയിൽ വരുമ്പോൾ റൂം എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ആയതുകൊണ്ട് അവിടെ ഒരു റൂമിൽ ഒരു ചുമരിൽ ഒന്ന് വിരലുകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കയ്യിൽ പൊടി വരുന്നുണ്ടെങ്കിൽ അതുപോലും ക്ലീൻ ചെയ്യിക്കും. സീലിംഗ് മുതൽ താഴെ ഫ്ലോർ വരെ. അപ്പോൾ ഹൗസ് കീപ്പിംഗ് നന്നായിട്ട് അറിഞ്ഞിട്ട് കീഴിൽ സ്റ്റാഫ് വെച്ചിട്ട് ചെയ്യിച്ച ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഹൗസ് കീപ്പിംഗ് അറിയില്ലെങ്കിൽ നിങ്ങളത് വ്യക്തമായിട്ട് പഠിക്കുക. ഹോസ്പിറ്റാലിറ്റിയാണ്, നമ്മൾ ഹോട്ടൽ പോലെയല്ല, സ്റ്റാർ ഹോട്ടലും പോലെയല്ല. ഇത് സർജറി കഴിഞ്ഞ പേഷ്യൻസൊക്കെ വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ അത് അതിനനുസരിച്ച് നിങ്ങൾ ഒരു ഗൗരവം അവിടെ കാണിക്കണം. പിന്നെ അടുത്ത കാര്യം ഡോക്ടറോടാണ്, ഫിസിയോതെറാപ്പിസ്റ്റോട്. നിങ്ങൾ MBBS പഠിച്ചിട്ടുണ്ടാവും, ഞാൻ പഠിച്ചിട്ടില്ല, ഇല്ല. പക്ഷേ എപ്പോഴും MBBS പഠിച്ചു എന്ന് വെച്ചിട്ടല്ല എന്നില്ല. ഏതൊരു പേഷ്യൻസിനും അവരുടെ കോമൺ സെൻസിൽ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ, ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുന്നത് മണ്ടനാണ്, അവർ കുറ്റം പറഞ്ഞതല്ല, അതവർക്ക് അറിയാത്തതുകൊണ്ട്. അപ്പം ഞാനത് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് കൈ കൂപ്പിയിട്ടൊക്കെ എന്നോട് എന്നെ ഒന്ന് ചെയ്യാൻ സമ്മതിക്കുമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു. എല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പോൾ
നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എനിക്കൊരു അനുഭവം മുന്നേ ഉണ്ട്, കുറേ വർഷം മുമ്പ്. ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഫുട്ബോൾ തട്ടി കൈ കൂടെ തെറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. ഈ പന്തത്തിന് കെട്ടുന്ന മാതിരി കൈ മൊത്തം കെട്ടിയിട്ട് എക്സ്റേ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു, ഡോക്ടറെ അത് കാണില്ല എന്ന് പറഞ്ഞു എക്സ്റേയിൽ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, എന്താ പറയുക, നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട, ഞാൻ MBBS കഴിഞ്ഞാണ്. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. എക്സ്റേ റൂമിൽ ചെന്നു, ഒന്നും കാണുന്നില്ല. ഈ ഡോക്ടർ വായിൽ പഴം തിരിക്കുമാതിരി അവിടെ വിഴുങ്ങി വരെയെന്ന്. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇത് അഴിക്കാനൊക്കെ ചെല്ലെന്ന് പറഞ്ഞു. പോയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും അഹങ്കാരം കൊണ്ടുവന്ന്. അഹങ്കാരമല്ല, നിങ്ങളുടെ വിവരമില്ലായ്മ കാരണം ആണത് പറ്റിയത്. അത് നിങ്ങൾ ന്യായീകരിക്കരുത്. ഈ അടുത്ത കാലത്തെന്നല്ല, കുറേ കാലമായിട്ട് ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വയറ്റിൽ കത്രിക തുടങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾ MBBS പഠിച്ചൊന്നും മാത്രം കൊണ്ടായില്ലല്ലോ. ഇത് സാമാന്യ ബുദ്ധി. പിന്നെ പേഷ്യൻസിന് റൈറ്റ്സ് ഉണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെയാണെന്നുള്ളത്. അപ്പം നിങ്ങളത് എല്ലാം പേഷ്യൻ്റ് അറിയേണ്ട എന്നുള്ള രീതിയിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അവിടുന്ന് നിങ്ങളത് ഞാൻ കാഷ്വാലിറ്റിയിൽ കടന്നു. എനിക്ക് അങ്ങനെ അവസ്ഥയുണ്ടായി. വേറെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നിടത്ത് നല്ല വൃത്തിക്ക് ചെയ്തിരുന്നെങ്കിൽ, പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു വീട് കൂട്ടേണ്ട കാര്യമില്ല. വ്യക്തിവിരോധമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ചെയ്ത പണി കറക്റ്റല്ല. അതുകൊണ്ടാണ്. അതിപ്പോൾ നിങ്ങളെന്നല്ല, എത്ര മുതിർന്നവരായാലും ആരാണേലും പറയാനുള്ളത് പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് തിരുത്തിയില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ പ്രൊഫഷനെ ആണ് ബാധിക്കുക. നാളെ വേറൊരു പേഷ്യൻ്റ് വരും, ചിലപ്പോൾ ഇതിലും നന്നായിട്ട്, ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ചിലപ്പോൾ അവർ പറഞ്ഞു തരും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുത്തലുകൾ കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തുക, ന്യായീകരിക്കാൻ നിൽക്കരുത്. പിന്നെ ന്യായീകരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളവരോട് അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറയരുത്. മൗനമായിരിക്കുക, പറ്റിയ തെറ്റെന്താണെന്നുള്ളത് തിരിച്ചറിയുക, അത് തിരുത്തുക. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫിസിയോതെറാപ്പി സെൻറ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം കഴിഞ്ഞ് 3 മാസം ആയി. ആദ്യം പോയിരുന്നിടത്ത് എനിക്ക് കാഷ്വാലിറ്റി കിടക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഡെയിലി വരുന്ന കാർഡിനകത്ത് ഇറഗുലർ പേഷ്യൻ്റ് എന്ന് എഴുതി. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത്, അതിന് കാരണം എന്താണെന്നുള്ളത് അവർക്ക് പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഞാൻ റെഗുലർ പേഷ്യൻ്റാണ്. ഇത് എല്ല് കൂടി വരാൻ ടൈമുള്ളതുകൊണ്ട് 1 വർഷം ആവുമെന്ന് പറഞ്ഞു. 3 മുതൽ 6 മാസം വരെയാണ് എല്ല് കൂടി വരാൻ. എന്നാലും 1 വർഷം വരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മറ്റേത് എനിക്ക് കൈയൊക്കെ നീര് വന്നിട്ട് വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോയത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് തിരുത്തുമെന്നാണ് ഫിസിയോതെറാപ്പിസ്റ്റ്, ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ തിരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ പേഷ്യൻസ് വരും. ഞാനവിടെ സർജറിയുടെ സ്റ്റിച്ച് വെട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ക്യൂവിൽ നിന്ന പേഷ്യൻസൊക്കെ എന്നോട് പറഞ്ഞാണ്, ഇവിടെ കാര്യമില്ല, ഇതിൽ നല്ലത് വേറെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഞാനൊന്നും ഗൗരവത്തിലെടുത്തില്ല. അവർ പറയുന്നത് ശരിയായിരിക്കാം, നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല, അവരുടെ അനുഭവമായിരിക്കാം. പക്ഷെ എപ്പോഴും സത്യമായിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാൾ പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും അടച്ചാക്ഷേപിക്കാനും പറ്റില്ല. പക്ഷെ അവനവൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം വരുമ്പോൾ നമ്മൾ ഓർക്കും, ഇന്ന ആൾ പറഞ്ഞിരുന്നു, കറക്റ്റാണ്, അതേ കാര്യം തന്നെ എൻ്റെ ജീവിതത്തിലും വന്നു എന്നുള്ളത്. അപ്പോൾ ആ ഹോസ്പിറ്റലും അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റും അവിടുത്തെ ഡോക്ടറും അറിഞ്ഞുകൊള്ളുക. ഇപ്പം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ റെഗുലർ പേഷ്യൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത പണിയുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുക. അല്ലാതെ പേഷ്യൻറ്റിനോട് കയർത്തിട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
അപ്പോൾ ഈ വീഡിയോയിലെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക്സ്.